ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്ന് ഒരു സ്നോമാൻ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് മറ്റുള്ള മഞ്ഞിലൊക്കെ സ്നോമാനൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കാണുമ്പം അതൊക്കെ കണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഓർക്കാറില്ലേ? ആ ഫീല് കിട്ടിയില്ലെങ്കിലും അതുപോലെ തോന്നിക്കുന്ന രീതിയിൽ നമുക്കൊരു സ്നോമാൻ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ എടുക്കുന്നത് 2 ബലൂണ്, അതുപോലെ തന്നെ കുറച്ച് വെള്ളത്തിൽ കുറച്ച് പശ ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ഇച്ചിരി കട്ടിയായിട്ടിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ കുറച്ച് ടിഷ്യൂ പേപ്പറുകൾ കീറിയെടുക്കുന്നുണ്ട്, കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കീറിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബലൂണിലേക്ക് കുറച്ച് പശ തേച്ചിട്ട് അതിന് പുറത്ത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്ക് പെയിൻറ്റിങ് ബ്രഷ് വെച്ചിട്ട് ഒന്ന് എല്ലായിടത്തും ഒന്ന് കവർ ചെയ്തൊന്ന് പശ തൂത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ അടുത്ത് തന്നെ വീണ്ടും ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് കവർ ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ഇത് ഫുള്ള് കവറാക്കി അങ്ങനെ നമ്മൾ 2-3 ലെയർ ചെയ്തെടുക്കുന്നുണ്ട്. 3-4 ഇച്ചിരി കട്ടി തോന്നുന്ന രീതിയിൽ ഓരോ ടിഷ്യൂ പേപ്പറിൻ്റെയും കട്ടിക്കനുസരിച്ച് നമുക്ക് അത് വ്യത്യാസം വരും. അപ്പോൾ ആ രീതിയിൽ തോന്നുന്ന രീതിയിൽ നമ്മളതൊന്ന് മൊത്തം കവർ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കട്ടി മനസ്സിലായെങ്കിൽ വിചാരിച്ചാൽ മതി. നമ്മൾ കളർ ബലൂൺസ് എടുത്ത് കഴിയുമ്പം ആ കവർ ചെയ്തോ നമ്മൾ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുന്നുണ്ടല്ലോ, അങ്ങനെ കവർ ചെയ്യുന്തോറും നമ്മുടെ ഈ കളർ ബലൂൺസിൻ്റെ ഷെയ്ഡ് കുറഞ്ഞു വരും. അങ്ങനെ തീരെ കുറഞ്ഞു വരുന്ന സമയമാകുമ്പോൾ നമുക്ക് നിർത്താം, സ്റ്റോപ്പ് ചെയ്യാതെ. അത്രയും കട്ടിയായി അതുകൊണ്ടാണ് നിർത്താൽ മതി. അപ്പം നമുക്ക് ചെറിയ രീതിയിൽ ഉള്ളിലെ ബലൂണിൻ്റെ ഷെയ്ഡ് കാണാൻ പറ്റത്തുള്ളൂ. ആ ലെവൽ കറക്റ്റാണ്. അപ്പോൾ ആ രീതിയിലാക്കിയിട്ട് നമുക്കത് ഉണക്കിയെടുത്ത് കഴിയുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമുക്ക് ആ ബലൂണിൻ്റെ ആ കെട്ടഴിച്ച് ലൂസാക്കി എടുക്കുമ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റായി അതിൽ നിന്ന് നമുക്ക് ബലൂൺ വിട്ട് കിട്ടും. ഇനി നമുക്ക് ഈ വിട്ട് കിട്ടിയ പുറന്തോടുണ്ടല്ലോ നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തത്, അപ്പോൾ അത് രണ്ടും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൽ ഒരെണ്ണം എടുത്തിട്ട് ഇച്ചിരി വലിപ്പമുള്ള ഭാഗമാണ് നമ്മൾ എടുക്കേണ്ടത്. വലിപ്പം കൂടിയെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് അതിൻ്റെ ഏറ്റവും ടോപ്പ് നമുക്ക് കട്ട് ചെയ്തൊരു ഹോള് പോലെ വരുന്നുണ്ടല്ലോ, അതൊന്ന് ഇച്ചിരി വലുതാക്കണം. അതായത് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ഭാഗം ഉള്ളിലേക്ക് ഇറക്കി വെക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ഫിക്സായിട്ട് അവിടെ ഇരിക്കണം. ആ രീതിയിലൊന്ന് ചെറിയ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. മൊത്തം വലിയ വിസ്താരമാക്കരുത്, കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയാവുള്ളൂ, ഒരു ചെറിയ ടോപ്പ് വശം മാത്രം. ആ രീതിയിൽ കട്ട് ചെയ്ത പശ തേച്ച് ഒന്ന് ഒട്ടിച്ച് ഫിക്സ് ആക്കി എടുക്കണം. ആ രീതിയിലാക്കി എടുത്ത് കഴിയുമ്പോൾ ഞാനിവിടെ ചെറിയൊരു ഡപ്പ ഉണ്ടായിരുന്നു, ഡപ്പയ്ക്കകത്തോട്ടായി ചുവടുവശം നേരെ ഇരിക്കാനായിട്ട് വെച്ചത്. ആ രീതിയിൽ വെച്ചിട്ടാണ് ഞാനത് കട്ട് ചെയ്ത് ഒട്ടിച്ച് സെറ്റാക്കി എടുത്തത്. ഇനി നമുക്ക് സ്നോമാൻ്റെ തൊപ്പിയാണ് വേണ്ടത്. അപ്പോൾ തൊപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലാക്ക് ചാർട്ട് പേപ്പർ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും എടുത്തിട്ട് എൻ്റെ ആ ഒരു സ്നോമാൻ്റെ അളവ് വെച്ചിട്ട് പറയുവാണെങ്കിൽ ഞാൻ തൊപ്പിയുടെ ചുവടുവശം നമുക്ക് റൗണ്ട് ഷേപ്പിൽ 5 സെൻറ്റിമീറ്റർ എടുത്തിരിക്കുന്നത്. അതുപോലെ ടോപ്പ് വശം 3 സെൻറ്റിമീറ്റർ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നീളത്തിലുള്ള ചാർട്ട് പേപ്പർ ഞാൻ ഒരു അളവ് കൃത്യമായിട്ട് എടുത്തില്ല, ഞാനൊരു ഏകദേശം അളവ് നീളം വെച്ച് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയായത്. അതുകൊണ്ട് നീളം ആ രീതിയിലൊന്ന് നോക്കുക. ഇനി നമുക്ക് ആ നീളത്തിലുള്ള ചാർട്ട് പേപ്പർ കറക്റ്റ് അളവിൽ വരുന്ന രീതിയിൽ റൗണ്ട് ഷേപ്പിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ടോപ്പ് വശം ഞാൻ റൗണ്ട് ഷേപ്പിൽ അളവെടുത്ത് വെച്ചതേ ഉള്ളൂ, അത് കട്ട് ചെയ്തില്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടോപ്പ് വെച്ച് കഴിയുമ്പോൾ കറക്റ്റ് ലെവലിൽ നിൽക്കുന്ന രീതിയിൽ ഒട്ടിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. അപ്പം അങ്ങനെ ഒട്ടിച്ച് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ താഴ്വശത്തും ഞാൻ വലിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു റൗണ്ട് ഷേപ്പിൽ വരച്ചെടുത്തിട്ടുണ്ട്. അവിടെയാണ് ഞാൻ കൃത്യ അളവായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് നോക്കി ഒട്ടിച്ചത്. അങ്ങനെ നമുക്ക് ആ തൊപ്പി റെഡിയായി കിട്ടും. ഇനി നമുക്ക് സ്നോമാൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചാർട്ട് പേപ്പറിൽ നിന്ന് ചെറിയ റൗണ്ട് ഷേപ്പിൽ 5 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ സ്മൈലിയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിനി ഓറഞ്ച് കളർ പേപ്പർ വേണം, അതും ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഓറഞ്ച് പീസ് നമ്മൾ സ്നോമാൻ്റെ മൂക്കിനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ കോണാക്കി ഒന്ന് ചുറ്റി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഒട്ടിച്ചെടുത്തിട്ട് നമ്മുടെ അതിൻ്റെ ചുവട് വശം ഒന്ന് നേരെ നിൽക്കുന്ന രീതിയിൽ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്നോമാനെ എടുത്തിട്ട് നമുക്കിതെല്ലാം ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തൊപ്പി ഉണ്ടാക്കിയപ്പോൾ ഞാനൊരു കാര്യം മറന്നുപോയി, നമ്മൾ റെഡ് കളർ റിബൺ ഒട്ടിച്ചിട്ടില്ലായിരുന്നു. അത് മാത്രമല്ല എൻ്റെ കയ്യിൽ ആ കളർ റിബൺ ഇല്ലാത്തത് കൊണ്ട് പകരം ഞാൻ ഈ റെഡ് കളറിലുള്ള ഗിഫ്റ്റ് പേപ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ കവറിൽ നിന്ന് ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക ചെയ്തത്. അപ്പോൾ അത് ഒട്ടിച്ചിട്ട് നമ്മൾ സ്നോമാന് തൊപ്പി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കിനി അതിൻ്റെ കണ്ണ് വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ 5 പീസ് വെട്ടിയെടുത്തതിന് 2 എണ്ണം എടുത്തിട്ട് നമ്മൾ 2 കണ്ണിൻ്റെ ഭാഗമായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മൂക്കും നമ്മുടെ വായു ഒട്ടിച്ചു കൊടുത്ത് സെറ്റാക്കിയിട്ട് നമ്മൾ ഈ ബട്ടൺ ഒട്ടിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഒരു കഴുത്തിലൊരു റിബണും കെട്ടിക്കൊടുത്ത് ശിഖരമുള്ള ഒരു ചുള്ളിക്കമ്പ് 2 എണ്ണം എടുത്തിട്ട് അത് കൈയായിട്ട് വെച്ച് കൊടുത്ത് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്നോമാൻ റെഡിയായി.
ഇപ്പം ഞാൻ വേറൊരു കാര്യം പറയാനായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഫാമിലിയിൽ 100 സബ്ബായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. അതുപോലെ ചെയ്യാൻ മറന്നു പോയിട്ടുള്ള എല്ലാവരും സബ് ചെയ്തിടുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങളത് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ ബൈ.